അപ്പോൾ നമ്മൾ ഇന്നലെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അവിടേക്ക് നമ്മൾ ട്രെയിനിൽ വന്നതൊക്കെ നമ്മൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ ഡീറ്റെയിലുകൾ കാണിച്ചു തരാം, എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളതെന്നൊക്കെ. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഡോറാണ്, ഡോറിൻ്റെ ബാക്കിൽ മെയിൻ മിറർ. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നൈറ്റ് വന്ന പോലെ സ്വിച്ചുകൾ കാര്യങ്ങൾ, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട് ഇവിടെ, പിന്നെ അയൺ ചെയ്യാറുള്ള സാധനം, പിന്നെ ഹെഡ് ഡ്രയർ എല്ലാം ഉണ്ട്. പിന്നെ കയറി വന്ന് ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം കാര്യങ്ങൾ വരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിന്നതിനേക്കാൾ കുറച്ച് കുറവാണ്. പിന്നെ ടവൽസ് എല്ലാം കണ്ടോ. ഈ ടവൽസ് എല്ലാം നമ്മൾ ഇവിടെ നിലത്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കച്ചറാക്കി ഇടല്ല. ഇവിടെ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്യേണ്ട, അതായത് നമ്മൾ യൂസ് ചെയ്തു ഇനി വാഷ് ചെയ്യേണ്ട സാധനങ്ങൾ താഴ്ത്തിടണം. നമ്മൾ ഇനിയും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഒന്നേ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുക, ഒന്നെങ്കിൽ അവിടെ ഹാങ് ചെയ്തിടുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയായിട്ട് വെക്കുക. അല്ലാത്ത സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നമ്മളെപ്പോഴും താഴ്ത്തിടണം. ഇനി വേറെ ആളത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു കൺസിഡറേഷൻ. പിന്നെ ഒരു ലഗേജ് ട്രേ ഉണ്ട് ഇവിടെ, പിന്നെ കെറ്റിലുണ്ട് ചൂടുവെള്ളം കുടിക്കാൻ, പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ഇതായിരുന്നു ബെഡ് ഒന്ന് ഇന്നലെ രാത്രി കിടന്നുറങ്ങി, ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ചെക്കൗട്ട്, ഇങ്ങനെ സൗകര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ വേതാളം, നമ്മുടെ തോളിലുള്ള വേതാളം ബാഗ്, പിന്നെ ടി വി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. കുറച്ച് വർക്ക് ചെയ്ത് വരുന്നിട്ട് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇതാണ് മിറർ, കുഴപ്പമില്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് റെഡി എന്ന് പറയാം. പിന്നെ ഇതാണ് ഹീറ്റർ വരുന്നത്, റൂമിൻ്റെ ഹീറ്റർ എല്ലാം വരുന്നത് ഇതാണ്. ഇത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാം. പിന്നെ ഇതാണ് ഒരു വ്യൂ. ഈ വ്യൂ അടിപൊളിയാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലാങ്കറ്റ് ട്രൻസ് നീക്കിയിട്ട് ആണോ. ഈ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. രാവിലെ നല്ല രസമുണ്ടായിരുന്നു, രാത്രി നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊക്കെ പാർക്കിങ്, ഈ ഹോട്ടലിലേക്ക് വന്ന പാർക്കിംഗ് ആണ് ഇതൊക്കെ കണ്ടോ. നല്ല സൗകര്യങ്ങളാണ് ഇതാണോ. അവിടുന്ന് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ അത് എയർപോർട്ടാണ്, ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നില്ല. ഇതാണ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ ഒരു സൈഡ്. ഇത് കാർഗോ ഡിവിഷനാണ് ഇവിടെ വരുന്നത്. അതിനപ്പുറത്താണ് നമ്മുടെ പാസഞ്ചറായിട്ട് നമ്മൾ പോകുന്ന വണ്ടികളൊക്കെ വരുന്നത്. ഇതുണ്ടോ, എല്ലാം നല്ല കിടക്കാച്ചി വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് 3rd ഫ്ലോറാണ്. പിന്നെ ഇതാ ബസ്സുകളൊക്കെ അത് അവിടെ വരെ ബസ് വരും. അവിടുന്ന് വരെ ഞങ്ങൾ നടന്ന് വരികയത്. ഞാനിപ്പോൾ എന്തായാലും ഞാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൂം ചെക്കൗട്ട് ചെയ്യണം. നല്ല നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകും. നമുക്ക് ഇനി ലിവർപൂളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ നിന്നിരുന്ന ഹോട്ടലിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടൽ ചേഞ്ച് നമ്മൾ ഇവിടുന്ന് നടന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബസ് വേണമെങ്കിൽ ബസ്സിന് ഇന്നലെ രാത്രി ബസ്സിലാണ് വന്ന്. ഇന്നലെ രാത്രി വന്ന ബസ്സിൽ ഞാൻ അവിടെ കുറേ നേരം നോക്കിയിരുന്നത്. അവസാനം ഒരു 5 മിനിറ്റ് നേരം വൈകിട്ടാണ് ബസ് വന്നത്. നോക്കുമ്പോൾ അതിൽ മലയാളി ഡ്രൈവർ. അപ്പോഴൊക്കെ ഒരു സമാധാനമായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ ഗൂഗിൾ മാപ്പിൽ ഇന്ന ലൊക്കേഷനിലേക്ക് പോകണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ശരിയില്ല, ഈ ബസ്സിൽ പോകുന്നു പറഞ്ഞു. ഞാൻ ഓൾറെഡി ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് നമ്പർ അവിടെ അവൈലബിൾ ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകുന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി. അപ്പോൾ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടെ നീക്കി നിർത്തി തരാൻ പറഞ്ഞു, ഏകദേശം ഈ റോഡിന് എവിടെയായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ആ മാപ്പുള്ള പോലെ തന്നെ ആയിരുന്നു. അങ്ങനെ കുറച്ചും കൂടി അപ്പുറത്ത് ഇറക്കി തന്ന് അവിടുന്ന് നടന്ന് വന്ന്. ഇതാണ് എയർപോർട്ടിൻ്റെ കാർഗോ ഡിവിഷന് വരുന്നതൊക്കെ ഇവിടെ തന്നെ കേട്ടോ. ഇവിടെ എല്ലാം വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെയൊക്കെ കിടക്കല്ല ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ വഴിയൊക്കെ നടന്നു വന്നു. ഇവിടെ എത്തിയിട്ട് അങ്ങനെ പോവുക ചെയ്തിട്ട്. നല്ല ക്ലൈമറ്റ്, ഇവിടെ എല്ലാം കണ്ട പുല്ലെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, രസമാണ്. ഞാനിങ്ങനെ മാപ്പൊന്നും ഇട്ട് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോവും. പറഞ്ഞില്ലേ എയർപോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്താന്ന് കണ്ടത്. അവിടെ എല്ലാം കിടക്കുന്നുണ്ട്, ഫ്ലൈറ്റാണ്. വലിയ ഇതൊന്നുമില്ല, എന്തില്ല, വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത പോലെ വെറുതെ ഇട്ട പോലെ ഉണ്ട്. ഇവിടെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലൊക്കെ KSRTC കിടക്കണ പോലെ ഉണ്ട്. അത്രയ്ക്കുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ കിടക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ കാണിച്ചു തരാട്ടാ. പിന്നെ ഇത് കാർഗോ ഡിവിഷൻ ആയതുകൊണ്ടായിരിക്കും ഇത്രയ്ക്ക് സെക്യൂരിറ്റി കുറച്ച് കുറവുള്ള പോലെ. പിന്നെ സെക്യൂരിറ്റി കുറവ് എന്നല്ലല്ലോ, ഇവിടുത്തെ നിയമങ്ങൾ ആൾക്കാർ പാലിക്കുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. അപ്പോൾ നിയമങ്ങളും കാര്യങ്ങളും പാലിക്കുമ്പോഴും ചെറ്റത്തരം ചെയ്യാതിരിക്കുമ്പോഴും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. അല്ലാത്തടത്തോളം കാലം സെക്യൂരിറ്റി വൻമതിൽ പണിയേണ്ടി വരും, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. ആരും ഒരു തെറ്റുകളോ കുരുത്തക്കേടോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഫെൻസിങ്ങിൻ്റെ പോലും ആവശ്യമില്ല.
കണ്ട ഫ്ലൈറ്റ് ആയിട്ട് നിൽക്കണ കാർഗോ കണ്ട എത്യോപ്യയുടെ ഫ്ലൈറ്റ് ആവുന്നു മറ്റേ പച്ചയും മഞ്ഞയെല്ലാം കാണുന്നു അത്യാവശ്യം ഫ്ലൈറ്റ് കാണുന്നുണ്ടോ പിന്നെ ആ ഇവിടെ ഒരു ഫ്ലൈറ്റ് കാണാത്തവരൊന്നല്ല അതിലുള്ളവര് എന്നാലും ഞാൻ കാണിക്കുക എന്ന് മാത്രം ഇതല്ലേ വൈപാട്ടാ ഇതുവരെ കാട് പോലൊക്കെ തന്നെ കാട് പറയാൻ അത്ര മാത്രമല്ല മരങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ചാഞ്ഞ് നിൽക്കണമെന്ന് വെച്ച് വെട്ടിയിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു ഭംഗിയുണ്ട് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ നടക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ പുല്ലുകൂടെ കയറി നടക്കുക കാര്യങ്ങളൊന്നും വേണ്ട നടക്കാനുള്ള എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ രാവിലെ ജോഗിങ്ങിനൊക്കെ ഇതിൽ പോവും പിന്നെ സൈക്ലിങ് ഇതൊക്കെ ഇത് കൂടെ തന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഫ്ലൈറ്റൊക്കെ പറന്നിറങ്ങുക പറന്ന് പോകുന്നുണ്ടാവുന്നു ഇനി ഇതന്നെ ഞാൻ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല ഈ കുറച്ച് വീഡിയോസ് കട്ട് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളത് കാണിക്കാം ചെയ്തൊരു കാര്യം കേട്ടോ അവിടെ പെഡസ്റ്റൽ വാക്കിങ്ങിൽ നടന്നു പോകാൻ അതുണ്ടായിരുന്നു അവിടെ ഇപ്പം എന്താ റോഡ് പണിയും കാര്യങ്ങളാണ് അതിന് പകരമായിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കി നോക്കി ടെമ്പററി ചെയ്ത റോഡിന് നോക്ക് നടക്കാളെ വൃത്തിയിൽ ചെയ്ത് ഫെൻസൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് വണ്ടികളൊക്കെ നോക്കൂ വൺ സൈഡ് അവിടെ ബ്ലോക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് എല്ലാം കറക്റ്റ് പക്ഷേ ഇതൊക്കെ അതിശയിച്ചു പോയി അവരെ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയതിനടക്കം അടിപൊളി ക്വാളിറ്റി റോഡ് സൗകര്യങ്ങൾ അതാണ് നമ്മുടെ എയർപോർട്ട് കേട്ടോ ഇനിയിപ്പോൾ എയർപോർട്ട് തൊട്ടടുത്ത് കൂടി തന്നെ പോകാം കണ്ടോ ലൈറ്റുകളൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ കൺസ്ട്രക്ഷൻ അടിപൊളിയായിട്ടുണ്ട് വൃത്തി വെടുപ്പോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കണ്ടോ എത്ര ദൂരം അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത് ടെമ്പററി എന്നാൽ ശരിയാണ് കേട്ടോ ഈ കാണാണ് മാഞ്ചസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ 2 പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ അതിൽ 101ാമത്തെ പ്ലാറ്റ്ഫോമാണ് ഉണ്ട് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വേണം നമ്മൾ ട്രെയിൻ വരാൻ ട്രെയിനെല്ലാം കണ്ടത് അപ്പോൾ അതിന് മേലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടും കാര്യങ്ങളൊക്കെ അതിലാണ് അതിന് മേലത്തെ ആ ഒരു ഇത് കാണുന്നില്ല എസ്കലേറ്ററിൽ വെച്ച് മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് വിരാമം വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ വന്നു ട്രെയിനിൽ ഓൺ ടൈമാണ് പറഞ്ഞ ടൈമിൽ തന്നെയാണ് അവർ വരുന്നതെല്ലാം 10:20 ട്രെയിനിന് ആണ് അവിടെ പറയാം 10:20 സ്റ്റേഷനിലും ആ പേര് വെച്ചിട്ടാണ് ആ ട്രെയിൻ വിളിക്കുന്നത് നമ്മളെ കൂടെ പരശുരാം വേനാട് എക്സ്പ്രസ് അങ്ങനെയൊന്നല്ല വിടയിലുണ്ട് പിന്നെ എവിടേക്കാണ് പോകണമെന്ന് അവർ പറയും പിന്നെ ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തും എന്നും അവർ വേണ്ടിയിട്ട് പറയും അപ്പം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു ഓൺ ടൈമിൽ വന്നു പിന്നെ ട്രെയിൻ കാണിക്കാത്ത എല്ലാം ഒരേപോലെ തന്നെ എല്ലാ ട്രെയിനുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഫീച്ചറുകളും സെയിം തന്നെയാണ് ഓരോ സ്റ്റേഷനെത്തുമ്പോൾ പറയും അതിൽ അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ തൊട്ടപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് അവരുടെ പ്രൈവസിയും കൂടി നോക്കിയിട്ടാണ് ഞാൻ പിന്നെ കാണിച്ചത് അങ്ങനെ അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് ലിവർപൂളിലെത്തി പിന്നെ നമ്മൾ ഹോട്ടലിലെത്തുന്നതും പിന്നെ അതിൻ്റെ നടത്തുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ